പലതവണ വളഞ്ഞിട്ട് ആക്രമിക്കാൻ നോക്കി. ഉപരോധങ്ങളുടെ ചങ്ങലക്കണ്ണികൾ മുറുക്കി, ഭീഷണികൾ മുടക്കി, സമ്മർദ്ദങ്ങളുടെ പരമാവധി കൊടുങ്കാറ്റുകൾ വിതച്ചു. പക്ഷേ ആ ബന്ധം തകർക്കാൻ ആർക്കും കഴിഞ്ഞില്ല. ഇപ്പോഴിതാ പാശ്ചാത്യ ശക്തികളുടെ നെഞ്ചകം തകർത്തുകൊണ്ട് ആ രണ്ട് ആണവശക്തികൾ വീണ്ടും പരസ്യമായി കൈകോർക്കുകയാണ്. അതെ, ഉത്തര കൊറിയയും ചൈനയും. ലോകത്തെ വിറപ്പിക്കുന്ന ഈ ആണവ സൈനിക ശക്തികൾ ഒരേ വേദിയിൽ അണിനിരക്കുമ്പോൾ അമേരിക്കയുടെ പ്രതിരോധ താവളങ്ങളിൽ അടിയന്തര മുന്നറിയിപ്പുകൾ മുഴങ്ങിക്കഴിഞ്ഞു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 105ാം വാർഷിക വേളയിൽ ചൈനയിൽ ചെങ്കോട്ടയിലേക്ക് കിം ജോങ് ഉൻ അയച്ച ആ രഹസ്യ സന്ദേശം വെറുമൊരു ആശംസയാണോ, അതോ അമേരിക്കൻ ആധിപത്യത്തിന്റെ നെഞ്ചിലേക്ക് തുളച്ചു കയറാൻ പോകുന്ന മൂർച്ചയേറിയ ഒരു യുദ്ധപ്രഖ്യാപനമോ? എന്തായാലും ഇരു രാജ്യ നേതാക്കളും ഒത്തുചേർന്ന ആ ചരിത്ര നിമിഷത്തെ ഒരു വൻ വിജയവും ചരിത്രപരമായ അവസരവുമെന്ന് കിം വിശേഷിപ്പിച്ചപ്പോൾ കളി മാറിയെന്ന് ലോകത്തിന് വ്യക്തമായി കഴിഞ്ഞു. ഉത്തര കൊറിയയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് സോഷ്യലിസത്തെ അടിസ്ഥാനമാക്കിയുള്ള ഉത്തര കൊറിയ ചൈന ബന്ധം ഭാവിയിലും കൂടുതൽ വികസിപ്പിക്കുകയാണ് ഉത്തര കൊറിയൻ സർക്കാരിന്റെ ഉറച്ച നിലപാടെന്ന് കിം വ്യക്തമാക്കി. ദീർഘകാല ചരിത്രപരമായ വേരുകളുള്ള ഈ ബന്ധം രണ്ട് രാജ്യങ്ങളുടെയും ജനങ്ങളുടെയും പൊതുസമ്പത്താണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഉത്തര കൊറിയയുടെ വിദേശ നയത്തിൽ ചൈനയ്ക്ക് ഇപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം തന്നെയാണെന്ന സന്ദേശമാണ് ഇതിലൂടെ കിം ലോകത്തിന് നൽകിയിരിക്കുന്നത്. അടുത്തിടെ ഉത്തര കൊറിയയിൽ നടന്ന ഉച്ചകോടി ഇരു രാജ്യങ്ങളുടെയും ബന്ധത്തിൽ പുതിയ അധ്യായത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. ഈ കൂടിക്കാഴ്ചയെ തുടർന്ന് ദൂരവ്യാപകമായ ബ്ലൂ പ്രിന്റ് രൂപീകരിച്ചതായി ഉത്തര കൊറിയൻ സർക്കാർ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പരമ്പരാഗത സൗഹൃദത്തെ കൂടുതൽ ശക്തവും തന്ത്രപരവുമായ പങ്കാളിത്തമായി ഉയർത്തുമെന്നും ഇരു നേതാക്കളും പ്രഖ്യാപിച്ചു. നയതന്ത്രം, സാമ്പത്തിക സഹകരണം, നിയമനിർമ്മാണം, സുരക്ഷാ സൈനിക സഹകരണം എന്നിവയിൽ കൂടുതൽ ഏകോപനം വേണമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് നിർദ്ദേശിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഈ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് പിന്നിൽ നിരവധി ഭൂരാഷ്ട്രീയ കാരണങ്ങളുമുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലായി ഉത്തര കൊറിയ റഷ്യയുമായി സൈനിക ബന്ധം ഗണ്യമായി ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് യുക്രൈനെതിരായ റഷ്യയുടെ യുദ്ധത്തിൽ ഉത്തര കൊറിയ ആയുധങ്ങളും സൈനിക സഹായവും നൽകിയതായി പാശ്ചാത്യ രാജ്യങ്ങൾ ആരോപിക്കുന്നു. ഇതോടെ അമേരിക്കയും ദക്ഷിണ കൊറിയയും ജപ്പാനും ഉൾപ്പെടുന്ന പാശ്ചാത്യ സഖ്യം ഉത്തര കൊറിയക്കെതിരെ കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി. ഈ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ഒറ്റപ്പെടലിനെ മറികടക്കാൻ ചൈനയുടെ പിന്തുണ ഉത്തര കൊറിയക്ക് അത്യന്താപേക്ഷിതമാണ്. സാമ്പത്തിക രംഗത്തും ചൈനയാണ് ഉത്തര കൊറിയയുടെ ജീവനാഡി. അന്താരാഷ്ട്ര ഉപരോധങ്ങൾ കാരണം ലോകത്തിന്റെ ഭൂരിഭാഗം രാജ്യങ്ങളുമായും പരിമിതമായ വ്യാപാര ബന്ധം മാത്രമുള്ള ഉത്തര കൊറിയയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ചൈനയാണ്. ദക്ഷിണ കൊറിയയുടെ സാമ്പത്തിക ധനകാര്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം 2024 ഉത്തര കൊറിയയുടെ വിദേശ വ്യാപാരത്തിന്റെ ഏകദേശം 98% ചൈനയുമായാണ് നടന്നത്. ഭക്ഷ്യവസ്തുക്കൾ, ഇന്ധനം, വ്യാവസായിക അസംസ്കൃത വസ്തുക്കൾ, ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ വലിയ തോതിൽ ഉത്തര കൊറിയ ചൈനയെ ആശ്രയിക്കുന്നു. അതിനാൽ തന്നെ ചൈനയുമായുള്ള ബന്ധം വഷളാകുന്നത് ഉത്തര കൊറിയയുടെ സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കാൻ തന്നെ സാധ്യതയുണ്ട്. മറുവശത്ത് ചൈനയും ഉത്തര കൊറിയക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. അമേരിക്കൻ സൈനിക സാന്നിധ്യം ശക്തമായ ദക്ഷിണ കൊറിയയും ജപ്പാനും തമ്മിൽ ഒരു ബഫർ സ്റ്റേറ്റ് എന്ന നിലയിലാണ് ചൈന ഉത്തര കൊറിയയെ കാണുന്നത്. ഉത്തര കൊറിയയിൽ രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടാകുന്നത് ചൈനയുടെ സുരക്ഷാ താൽപര്യങ്ങൾക്ക് ഭീഷണിയാകുമെന്ന് ചൈന കരുതുന്നു. അതിനാൽ തന്നെ ഉത്തര കൊറിയയിലെ സ്ഥിരത നിലനിർത്തുന്നതിൽ ചൈനയ്ക്ക് വലിയ താൽപര്യമുണ്ട്. ഇന്തോ പസഫിക് മേഖലയിലെ അമേരിക്കൻ സ്വാധീനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ചൈന തങ്ങളുടെ പ്രാദേശിക സഖ്യങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമത്തിലാണ്. അമേരിക്ക, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള സുരക്ഷാ സഹകരണം ശക്തമാകുമ്പോൾ അതിന് മറുപടിയായാണ് ചൈന ഉത്തര കൊറിയയുമായുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നത് എന്നാണ് പല ഭൗമരാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. ഉത്തര കൊറിയ ചൈന ബന്ധം ശക്തിപ്പെടുത്തുന്നത് കിഴക്കൻ ഏഷ്യയിലെ സുരക്ഷാ സാഹചര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കാനും സാധ്യതയുണ്ട്. ഉത്തര കൊറിയയുടെ ആണവ പദ്ധതികളും ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങളും ഇതിനകം തന്നെ മേഖലയിൽ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ചൈനയുടെ രാഷ്ട്രീയ പിന്തുണ ഉത്തര കൊറിയയ്ക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുമോ എന്ന ആശങ്ക അമേരിക്കയും അതിന്റെ സഖ്യകക്ഷികളും പങ്കുവെക്കുന്നുണ്ട്. മാത്രമല്ല, ഉത്തര കൊറിയയും ചൈനയും തമ്മിലുള്ള ബന്ധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 1950കളിൽ കൊറിയൻ യുദ്ധകാലം മുതൽ തന്നെ ഇരു രാജ്യങ്ങളും അടുത്ത സഖ്യകക്ഷികളായതാണ്. കൊറിയൻ യുദ്ധത്തിൽ ഉത്തര കൊറിയയെ പിന്തുണച്ച് ചൈന നേരിട്ട് സൈനിക ഇടപെടൽ നടത്തിയിരുന്നു. അതിനുശേഷം പതിറ്റാണ്ടുകളായി രാഷ്ട്രീയ, സാമ്പത്തിക, സൈനിക മേഖലകളിൽ ഈ ബന്ധം കൂടുതൽ ശക്തിപ്പെടുകയാണ് ഉണ്ടായത്. ഇരു രാജ്യങ്ങളുടെയും ഭരണ സംവിധാനങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആശയധാരയെ അടിസ്ഥാനമാക്കിയതിനാൽ ആശയപരമായ സാമ്യവും ഈ ബന്ധത്തെ കൂടുതൽ ആഴത്തിലാക്കി. അതേസമയം ഈ ബന്ധം പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും സഹായകമാകുമെന്നാണ് ചൈനയും ഉത്തര കൊറിയയും അവകാശപ്പെടുന്നത്. പരസ്പര വിശ്വാസം, തന്ത്രപരമായ സഹകരണം, സാമ്പത്തിക പങ്കാളിത്തം എന്നിവയിലൂടെ മേഖലയിൽ സ്ഥിരത ഉറപ്പാക്കുമെന്നാണ് ഇരു രാജ്യങ്ങളുടെയും നിലപാട്. എന്തായാലും കിമ്മിന്റെ പുതിയ സന്ദേശം ഒരു കാര്യം വ്യക്തമായി സൂചിപ്പിക്കുന്നു. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളും ഉപരോധങ്ങളും നിലനിൽക്കുമ്പോഴും ചൈനയും ഉത്തര കൊറിയയും തമ്മിലുള്ള ബന്ധം ദുർബലമാകുന്നില്ല. മറിച്ച് ആ ബന്ധം കൂടുതൽ ശക്തവും തന്ത്രപരവുമായ സഖ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ ആണവ കൂട്ടുകെട്ട് ഏഷ്യൻ മണ്ണിൽ കൂടുതൽ പരീക്ഷണങ്ങൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കും വഴി തുറക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുമ്പിൽ ഇവർ തീർക്കുന്ന ഈ പ്രതിരോധ കോട്ട സമാധാനത്തിലേക്കാണോ അതോ കിഴക്കൻ ഏഷ്യയെ മറ്റൊരു വലിയ യുദ്ധക്കളമാക്കാനാണോ പോകുന്നത് എന്ന് ലോകമിനി കാത്തിരുന്ന് കാണേണ്ടി വരും.